ഇടുക്കി ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. തോട്ടം തൊഴിലാളി സ്ത്രീകൾ കടുവയെ നേരിട്ട് കണ്ടു. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ഒരു പശുവിനെയും കടുവ ആക്രമിച്ചിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന ആരംഭിച്ചു. ഗ്രാമ്പി 3-ാം ഡിവിഷനിലാണ് തൊഴിലാളി സ്ത്രീകൾ കടുവയെ കണ്ടത്. മറുവശത്ത് നിൽക്കുകയായിരുന്ന കടുവ സ്ത്രീകൾ ഒച്ചവെച്ചതിനെ തുടർന്ന് തോട്ടത്തിനുള്ളിൽ മറഞ്ഞു. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ജോലിക്കിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് തോട്ടം തൊഴിലാളികൾ. കൊളുന്തെടുത്തുകൊണ്ടിരുന്നപ്പോൾ മുട്ട കൂടെ ഇറങ്ങി വന്നപ്പോൾ അത് നേരിട്ട് ഞങ്ങൾ കണ്ടതാണ്. 5-ാം നമ്പർ കൊളുന്തെടുത്തുകൊണ്ട് നിന്നപ്പോൾ 3-ാം നമ്പറിലാണ് അത് ഇറങ്ങി വന്നത്. ഒത്തിരി വളർന്ന് കിടക്കുക. ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. പേടിച്ചാണ് ഞങ്ങൾ എടുക്കുന്നത്. 1.5 മാസമായിട്ട് അർണക്കലാണ് കടുവ തമ്പടിച്ചത്. അവിടെ ഒരു പശുവിനെ പിടിച്ചു, ഒരു പട്ടിയെ പിടിച്ചു. അത് പലപ്പോഴും നമ്മൾ മേൽ ഉദ്യോഗസ്ഥരെ പറഞ്ഞിട്ടും അവർ ഇപ്പോൾ വന്നിട്ട് റോഡൊക്കെ പിടിപ്പിച്ച കടുവയാണ്. അത് മൂന്നാറിൽ നിന്ന് പിടിച്ച് കൊണ്ടുവന്നതാണ്. അത് കൂട്ടിനകത്ത് വന്ന് കേരളത്തിലെന്ന് പറഞ്ഞ് അവർ പറഞ്ഞിട്ട് തന്നെ 2 കൂടി ഇവിടെ വെച്ചിരിക്കുക. അത് കഴിഞ്ഞിപ്പോൾ ഒരു 3-4 ടൈമായിട്ട് ഇപ്പോൾ ആൾക്കാർ കണ്ട് ഫോറസ്റ്റുകാരനെ വിളിച്ച് പറയുക. ഇന്നും രാവിലെ ഈ തൊഴിലാളി ഇവിടെ ഓപ്പോസിറ്റിൽ കൊണ്ടുവന്നെടുക്കാൻ വരുന്ന സമയത്ത് ആ കടുവയെ കണ്ടു. ഇന്നലെ രാത്രിയാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മതിയഴകന്റെ പശുവിനെ കടുവ ആക്രമിച്ചത്. പശുവിന്റെ കഴുത്തിലും ശരീരത്തിലും മുറിവേറ്റു. അതേസമയം ഗ്രാമ്പി മേഖലയിൽ നടത്തിയ പരിശോധനയിൽ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. VHF ആന്റിനയിൽ റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ ലഭിക്കാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കടുവയെ കണ്ടെന്നു പറയുന്ന സ്ഥലത്ത് ക്യാമറകളും കൂടുകളും സ്ഥാപിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും വനം വകുപ്പ് ആരംഭിക്കും. കടുവ എവിടെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ മയക്കുവെടിവെച്ച് പിടികൂടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വനം വകുപ്പ് പരിഗണിച്ചേക്കുമെന്നാണ് വിവരം. ജനം, ഇടുക്കി.